ഭാരത് സർക്കാർ എന്ന് എഴുതി വെച്ച വാഹനത്തിന് മുകളിൽ കയറി നിന്ന് പിറന്നാളാഘോഷം നടത്തുന്ന കുറച്ച് യുവാക്കൾ ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് ഷർട്ടൊക്കെ ഊരി ആഘോഷത്തിൻ്റെ വലിയ തരംഗം തീർക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായി. എന്തായാലും നാട്ടുകാർക്ക് ഇതിൽ ദേഷ്യം വന്നു. അവർ വേണ്ട രീതിയിൽ പരാതിപ്പെട്ടു. കൃത്യമായി നടപടിയെടുക്കാൻ പോലീസ് സംവിധാനത്തിനും കഴിയുന്നു. നാട്ടുകാരുടെ ഒരു വിമർശനമൊക്കെ വന്നപ്പോൾ പോലീസും എന്തായാലും നടപടിയിലേക്ക് കടന്നു. അർജുൻ പീതാപനുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ കേട്ടാണ് ഇപ്പോൾ രഘു പറഞ്ഞൊക്കെ നമ്മൾ ഈ സഞ്ജു ടെക്കി എന്ന കക്ഷി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അയാളുടെ ലൈസൻസ് റദ്ദാക്കിയ കാര്യമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മര്യാദയോടെയാണെങ്കിൽ ഇവർക്കും പിറന്നാൾ എത്ര മനോഹരമായിട്ടൊക്കെ ആഘോഷിക്കല്ലേ. എത്രയോ ആളുകൾ നല്ല രീതിയിൽ പിറന്നാൾ ആഘോഷിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് ഇമാതിരി പണിയൊക്കെ ചെയ്തു വെച്ചത്. അവിടെ എന്താണ് നടപടികൾ? ഇതുപോലെ ലൈസൻസ് റദ്ദാക്കലും കാര്യങ്ങളിലേക്കൊക്കെ അവിടുത്തെ MPD സംവിധാനങ്ങളും പോലീസൊക്കെ പോകുന്നുണ്ടോ? ദിവിഷേട്ട, ലൈസൻസ് റദ്ദാക്കൽ മാത്രമല്ല, നേരിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലുള്ളവരെ. സംഭവം പലതരത്തിലുള്ള വൈറൽ വീഡിയോകളുടെയും കഥകൾ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മാരക വേഷനാണെന്ന് പറയാം. സംഭവം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ. 2 ദിവസം മുൻപ് ഇത്തരത്തിൽ പിറന്നാളാഘോഷമായിരുന്നു. അതും മദ്യം ബിയർ കുപ്പിയൊക്കെ ഉണ്ട്. ആ ബിയർ കുപ്പിയാണ് അവർ കയ്യിൽ പിടിച്ച് ഡാൻസ് കളിക്കുന്നതൊക്കെ. 10-15 പേരുണ്ട്. 3 സർക്കാർ വാഹനമാണ്. പോലീസിന്റെ സൈറനൊക്കെ ഇട്ടിട്ടുള്ള സർക്കാർ വാഹനം ഒരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട് ഈ പോലീസ് സൈറൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ആഘോഷം നടത്തുന്നത് തന്നെ. എന്തായാലും ഇവരെനിക്ക് തോന്നുന്നു വൈറലാവാൻ വേണ്ടിയിട്ടല്ല റീല് അല്ലെങ്കിൽ ആ വീഡിയോ എടുത്തത്. ഒരുപക്ഷെ മദ്യപിച്ചതിൻ്റെ ആ ഒരു ലഹരിയുടെ പുറത്ത് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് പോയി ഡിലീറ്റ് ചെയ്യാനുള്ള ബോധമാവുന്നതിന് മുമ്പ് തന്നെ അത് വലിയ രീതിയിൽ തന്നെ വൈറലായി. ആരോ എടുത്തത് പോസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് ഇങ്ങനെ വൈറലായി പോയി. എന്തായാലും ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് സംഭവം കൊണ്ടുവന്നത്. നോയിഡയിൽ ഗൗതം ബുദ്ധ നഗർ ഫേസ് 1 ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യപിക്കുക, അത് സർക്കാരിൻ്റെ വാഹനത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ്. ഷർട്ടൂരി പല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ക്രിമിനൽ കുറ്റങ്ങളടക്കമാണ് എന്തായാലും ഈ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരാണ്. അതോടെ പോലീസ് ദിവിഷേട്ട ഇത് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ പേര് വിവരങ്ങളോ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. അറസ്റ്റ് ചെയ്ത് ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പോലും മുഖമൂടിയെല്ലാം അണിയിച്ചുകൊണ്ട് ഒരു മാസ്ക് ഒക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ആളുകളുടെ ഐഡന്റിറ്റി ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യം ഇതുവരെ എന്തായാലും വ്യക്തമല്ല. ഈ ഒരു ആ വീഡിയോ ഷെയർ ചെയ്ത ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഉത്തർപ്രദേശ് പോലീസിന്റെ നോയിഡ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നടപടി കുറച്ചുകൂടി വേഗത്തിലാകുന്നതും ഈ പ്രതികളെ തിരഞ്ഞു പിടിച്ച് അതിൽ 3 പേരാണ് നിലവിൽ കസ്റ്റഡിയിലായിട്ടുള്ളത്. മറ്റുള്ളവർ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കൂടി എന്തായാലും കസ്റ്റഡിയിൽ എടുക്കുന്ന നീക്കത്തിലേക്ക് എന്തായാലും പോലീസ് പോകും. നിലവിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്കുള്ളത്. അവരുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും നിലവിൽ പുറത്തുവിട്ടില്ല. വളരെ പെട്ടെന്ന് ഇന്നലെ വൈകിട്ടാണ് അറസ്റ്റ് ഉണ്ടായത്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്നു എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ നോയിഡ പോലീസ് ഈ കാര്യത്തിലൊരു നടപടിയെടുത്തു. നീക്കത്തിലേക്ക് പോയി ആ 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി. എത്ര